അതുപോലെ തന്നെ ഇപ്പോൾ ഈ മനുഷ്യ മൃഗ സംഘർഷം അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിഹാരം എന്ന രീതിയിൽ 1000 കോടി രൂപ കേരളം ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ആളെന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പദ്ധതി എത്രത്തോളം ഒരു നന്നായിട്ട് ചെയ്യാൻ പറ്റും? അത് ബജറ്റിൽ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം ഉണ്ടാകുമോ? പിന്നെ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇന്ന് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന മണ്ഡലം. അവിടെ മലയോര മേഖലയിൽ ജനങ്ങൾ മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്ന കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നടുതള വട്ടം വളർത്തുകയാണ്. അത് നട്ടു വളർത്തിയാൽ അത് മുഴുവൻ കാട്ടുപന്നി നശിപ്പിച്ച് കളയും. പ്ലാവിൽ ചക്ക കായ്ക്കുന്ന സമയമാണ് അവർക്ക് ഒരു ഭക്ഷണം കഴിക്കാനുള്ള എളുത്ത മാർഗം. പ്ലാവിൽ ചക്ക കായ്ച്ചു നിന്നാൽ കാട്ടാന വന്ന് പ്ലാവും തകർക്കും, വീടും തകർക്കും. അതുകൊണ്ട് പ്ലാവിലെ ചക്ക വെട്ടി താഴെ ഇടുകയാണ്. പശുവിനെയും ആടിനെയും വളർത്തിയാണ് പിന്നെ ഉണ്ടായിരുന്നൊരു ജീവിതമാർഗം. കടുവയും പുലിയും ഒക്കെ ഇറങ്ങി നിരന്തരമായി ഈ വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങിയതോടെ അതും നിന്നു. പിന്നെ റബ്ബർ മേഖലയ്ക്കുണ്ടായ വിലത്തകർച്ച കൊണ്ട് ആ പ്രദേശത്ത് ആരും റബ്ബർ വെട്ടുന്നില്ല. ഇപ്പം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വലിയ തോട്ടങ്ങളൊക്കെ കാട് പോലെയായിരിക്കുകയാണ്. ഏതാണ് കാട്, ഏതാണ് നാട് എന്നറിയാൻ വയ്യാത്ത സ്ഥിതിയാണ്. മൊത്തത്തിലൊരു ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഉപദ്രവം, അവർ ഈ കള്ളക്കേസ് എടുത്ത് അവരെ ഉപദ്രവിച്ച് അവരെ ശരിക്കും ഇവരെങ്ങനെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മലയോര മേഖലയിലൂടെ പോകുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ആ വീട്ടുകാർ, സാറേ ഞങ്ങൾ 6 മണിയാകുമ്പം ഈ വീടിൻ്റെ വാതിലടയ്ക്കും. പിന്നെ ഈ വീടിന് ചുറ്റും ഈ വിഷപ്പാമ്പ് ചീറിപ്പായുന്നതിൻ്റെ ശീൽക്കാര ശബ്ദമാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വന്യമൃഗങ്ങൾ ഒരു ബേസിക് ആയിട്ടൊരു പോളിസി വേണ്ടേ. വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ആരാ? വനത്തിൽ താമസിക്കുന്നത്. നാട്ടിലിറങ്ങി വർഷങ്ങളോളം താമസിച്ച് പെറ്റി വരുന്നത് എങ്ങനെയാണ് വന്യമൃഗം? നിഷ്കരണത്തിന് നാട്ടുപുറകെ വന്ന് ഡിക്ലെയർ ചെയ്ത് വെടിവെച്ചു. അതുകൊണ്ട് എല്ലാവിധ വികാരവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആന്റോ ആന്റണി സംസാരിച്ചിരിക്കുന്നത്.